ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രത്യേക എപ്പിസോഡാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. മാരാമൺ കൺവെൻഷൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ലോക പ്രശസ്തമാണ്. ഇത് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ആരംഭിച്ച് 3ാമത്തെ ഞായറാഴ്ച സമാപിക്കത്തക്ക രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാരാമൺ കൺവെൻഷൻ്റെ പന്തൽ ഭാഗമാണ്. മുന്നൊരുക്കങ്ങൾ അതാണ് ഞങ്ങൾ ഇടുന്നത്. പന്തൽ കെട്ടാൻ വേണ്ടി ഏതാണ്ട് 2 മാസം മുമ്പ് തന്നെയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. അതിനുവേണ്ടി മുളയും തൂണും എല്ലാം നാട്ടി അതിന് പ്രത്യേക ഫ്രെയിം വർക്ക് ചെയ്യും. വിശാലമായ മണപ്പുറത്ത് ഏതാണ്ട് 10-20 ഏക്കറോളം വലിയ മണപ്പുറമാണ്. പണ്ട് കാലത്ത് ഇത് മണപ്പുറമായിരുന്നു. പക്ഷേ ഇപ്പോൾ പോച്ചയും ചള്ളയും എല്ലാം കയറി അത് വളരെ യന്ത്രവൽകൃതമായി ക്രമീകരിച്ചെങ്കിൽ മാത്രമേ സുവിശേഷ യോഗങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. മർത്തോമ സഭയിൽ നിന്നാണ് ഇവർ തയ്യാറാക്കുന്നത്. ഇതേപോലെ പന്തൽ ഫ്രെയിം ചെയ്തിട്ട് മാരാമൺ കരയിലെയും കോഴഞ്ചേരി കരയിലെയും മർത്തോമ പള്ളിയുടെ പ്രാർത്ഥനാ സംഘങ്ങൾ എന്ന് പറയും. ഏതാണ്ട് 43-45 പ്രാർത്ഥനാ സംഘങ്ങളുണ്ട്. അവർ ഓരോ സംഘത്തിലും 50-60 വീടുകളുണ്ട്. പണ്ട് കാലത്ത് ഈ വീടുകളിൽ നിന്ന് ഓരോ വീട്ടിൽ നിന്നും 5-6 ഓലമടൽ മെടഞ്ഞുകൊണ്ട് വരണമായിരുന്നു. പക്ഷേ ഇപ്പം ഓല മെടയാനൊന്നും ആർക്കും അറിയാത്തത് കൊണ്ട് ഓല വാങ്ങിച്ചിട്ട് അത് കൊണ്ടുവന്ന് കെട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, പുരുഷന്മാരും സ്ത്രീകളും എല്ലാം കൂടെ വന്ന് ഇതവിടെ ഓല മെടയും. ഇപ്പോൾ ഈ കാണുന്നത് സുവിശേഷ പ്രസംഗം നടത്തുന്ന പ്രത്യേക വേദിയാണ്. അത് അവിടുന്ന് തന്നെ മണ്ണെടുത്ത് പ്രത്യേക ഒരു സ്റ്റേജ് പോലെ തയ്യാറാക്കി അത് വളരെ ഭംഗിയായിട്ട് വിധാനിക്കും കേട്ടോ. ഇത് മുന്നൊരുക്കങ്ങളാണ്. ഞങ്ങളിപ്പോൾ മണപ്പുറത്തുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഡെക്കറേഷൻ പന്തൽ വർക്കാണ്. ആ പന്തൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ 2 ആഴ്ച മുമ്പ് തന്നെ മാരാമൺ മണൽപ്പുറത്ത് ഇറങ്ങും. ഞങ്ങൾക്ക് ടെൻറ്റ് വർക്കുണ്ട്. ഈ പന്തലുകളെല്ലാം ചെയ്യുന്നത് ഓല കെട്ടി മേയുകയാണ്. വളരെ സുഖകരമായ രീതിയിലുള്ള അന്തരീക്ഷമായിരിക്കും ഈ ഓല മേഞ്ഞ പന്തലിലിരുന്ന് സുവിശേഷ യോഗം കേൾക്കാൻ. ഏതാണ്ട് 50,000 മുതൽ 1,00,000 പേർക്ക് വരെ ഇരിക്കാവുന്ന പന്തലാണ് ഇവിടെ ക്രമീകരിക്കുന്നത്. അത് മാരാമൺ കൺവെൻഷൻ ഒരാഴ്ച കാലയളവിൽ ഇവിടെ ഈ പന്തലുണ്ടാകും. അതുപോലെ തന്നെ ഇത് പമ്പാ നദിയുടെ തീരത്താണ്. തീരത്തെന്ന് പറയാനൊക്കത്തില്ല, ഏതാണ്ട് മധ്യഭാഗത്താണ് ഈ മണൽപ്പുറവും ഈ പന്തലും ഒരുക്കുന്നത്. ഈ സൈഡിലായിട്ട് മാരാമൺ ഭാഗത്തു നിന്നും ഈ പന്തലിലേക്ക് ഇറങ്ങാൻ വേണ്ടി 3 പാലങ്ങൾ എല്ലാ വർഷവും തയ്യാറാക്കാറുണ്ട്. കണ്ട ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ പന്തൽ വർക്കിൻ്റെ ഞങ്ങളുടെ ടെമ്പോയാണ്. മോഹൻസ് ഡെക്കറേഷൻ ശ്രേയസ് ടെമ്പോ കണ്ടില്ലേ, ഞങ്ങൾ ടെൻറ്റ് വർക്ക് നടത്തുന്ന ഭാഗമാണ്. ഞാനും തേജുവും നവനീതും ഏതാണ്ട് വേറെ 6-7 ലേബേഴ്സുണ്ട്. ഞങ്ങൾക്ക് ഇതേപോലെ ടെൻറ്റ് വർക്കുണ്ട്. ഇതെല്ലാം ഞങ്ങൾ മർത്തോമ ഇടവകയിൽപ്പെട്ട വിവിധ സ്റ്റാളുകൾ ഈ മണപ്പുറത്ത് ബുക്ക് സ്റ്റാളുകളാണെല്ലാം. ബൈബിൾ സംബന്ധമായ ബുക്സുകളാണ് എല്ലാം. മറ്റ് കടകളൊന്നും മണൽപ്പുറത്ത് അനുവദിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ ബുക്ക് സ്റ്റാളുകളെല്ലാം ഞങ്ങളെ ഏൽപ്പിക്കും. ഞങ്ങളത് വർഷങ്ങളായിട്ട്, ഞാനൊരു 35 വർഷത്തോളമായി ഇത് കെട്ടിക്കൊടുക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ബെയിലി പാലമാണ്. മാരാമൺ കരയിൽ നിന്നും ഈ മണൽപ്പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള പാലം. സാധാരണ ഇത് അടയ്ക്കാമരവും അല്ലെങ്കിൽ തൂണുകൾ നാട്ടിയിട്ട് അതിൽ പലക നിരത്തിയാണ് പാലം നിർമ്മിക്കുന്നത്. ഏതാണ്ട് 10,000 പേരോളം ഒരേ സമയം സുശേഷവും കഴിയുമ്പോൾ ഇതിലൂടെ സഞ്ചരിക്കും. ഇപ്പോൾ ഈ കാണുന്നത് പമ്പാ നദിയാണ് കേട്ടോ. ഈ ബെയിലി പാലത്തിന് വേണ്ടിയുള്ള സ്ട്രക്ചറാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇപ്രാവശ്യം പ്രത്യേകമായിട്ട് ബെയിലി പാലത്തിൻ്റെ സാധനങ്ങളാണ് കൊണ്ടുവന്ന് ഇവിടെ ചെയ്യുന്നത്. 3 പാലം ചെയ്യുന്നുണ്ട്. 3 ഭാഗമായിട്ട് ഏതാണ്ട് 1 കിലോമീറ്റർ അടുപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് 3 പാലം ചെയ്യും. ആൾക്കാരെല്ലാം ഈ മണൽപ്പുറത്തേക്ക് വരാൻ വേണ്ടി അടിയന്തര സാഹചര്യങ്ങളിലും പട്ടാളവും മറ്റും ചെയ്യുന്ന ബെയിലി പാലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവർ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മാസത്തോളം ആകുന്നു. ഇതിന് പ്രത്യേകം ആൾക്കാർ വന്നിട്ട് ഇത് ചെയ്യുകയാണ് പതിവ്. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എത്ര പേര് കയറിയാലും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ വർഷം മാത്രമാണ് ഇത് പ്രത്യേകത. പല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെയല്ലായിരുന്നു. സാധാരണ പാലമാണ് ചെയ്തുകൊണ്ടിരുന്നത് ടെമ്പററി ആയിട്ട്. ഇതും ടെമ്പററി പാലം തന്നെയാണ്. ഇത് പമ്പാ നദിയുടെ തീരമാണ് കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗം നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കെട്ടുവള്ളത്തിൽ കുറച്ച് പേര് വരുന്നു. അതായത് പണ്ട് പുരാതന കാലത്ത് വാഹന സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ജലമാർഗമാണ് ആൾക്കാർ ഈ കൺവെൻഷൻ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ആൾക്കാർ വലിയ കെട്ടുവള്ളത്തിൽ രാത്രി കാലങ്ങളിൽ റാന്തലും മറ്റും എടുത്തുകൊണ്ട് ഇങ്ങനെ
സുവിശേഷവും കേൾക്കാൻ വേണ്ടി വരുമായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ വർഷം ഇവർ ഇതൊന്ന് പരിസ്ഥിതി സൗഹാർദ്ദം എന്ന രീതിയിൽ അയിരൂരിൽ നിന്നും അതുപോലെ തന്നെ മാരാമൺ കൺവെൻഷൻ ആദ്യം ആരംഭിച്ചു എന്ന് പറയുന്ന കടവിൽ മാളികയിൽ നിന്നും ഇങ്ങനെ കെട്ടുവള്ളത്തിൽ കുറച്ച് ആൾക്കാർ വരികയുണ്ട്. നല്ല രസമായിരുന്നു അത് കാണാൻ. അത് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കുകയാണ്. അത് പരമ്പരാഗത വേഷം, അതായത് വനിതകൾ ചട്ടയും മുണ്ടും എല്ലാം അണിഞ്ഞ് തൊപ്പിയും എല്ലാം അണിഞ്ഞ് വരികയാണ്. ഇവിടെ കോഴഞ്ചേരി പാലത്തിൻ്റെ തൊട്ട് താഴെയുള്ള പ്രദേശമാണ് നിങ്ങളിത് കാണുന്നത്. അതിന് ക്രോസ് ചെയ്ത് തടയണ മണൽച്ചാക്ക് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അവിടെ നല്ല ഒഴുക്കാണ്, അതുകൊണ്ടാണ് ആ വള്ളം സ്പീഡിൽ വരുന്നത്. ഈ ഭാഗങ്ങളെല്ലാം ഈ കെട്ടുവള്ളം പുറകെയായിട്ട് വരുന്നുണ്ട്. വളരെയേറെ പേരുണ്ട്. മാരാമൺ കൺവെൻഷൻ്റെ 131ാമത് വർഷമാണ് ഈ വർഷം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മാരാമണിലേക്ക് ഞങ്ങൾ സ്വാഗതം ആശംസിക്കുകയാണ്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കൺവെൻഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോഴഞ്ചേരിയിലുള്ള ഞങ്ങളുടെ ഷോപ്പിൻ്റെ തൊട്ട് താഴെയാണ് ഈ മണൽപ്പുറം. കോഴഞ്ചേരി പാലത്തിൽ നിന്നാൽ ഇത് കാണാൻ സാധിക്കും. രാത്രികാല കാഴ്ചയെന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും. ഞങ്ങൾ ഈ ടെൻറ്റ് വർക്ക് നടത്തുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുതരും. ആൾക്കാരെല്ലാവരും, ഞങ്ങളുടെ പണിക്കാരെല്ലാവരും 10 പേരോളം കാണും. രാവിലത്തെ ആഹാരവും ഉച്ചക്കത്തെ ആഹാരവും എല്ലാം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. 7-ാം തീയതി വൈകിട്ടേ ഞങ്ങൾ ഫിനിഷ് ചെയ്യത്തുള്ളൂ. 8-ാം തീയതിയാണ് മാരാമൺ കൺവെൻഷൻ തുടങ്ങുന്നത്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വരുന്നവർക്കെല്ലാം ഞങ്ങൾ വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം എന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.